വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്ന മണ്ണിൽ നിന്നും കുടിയിറക്കപ്പെട്ടിരിക്കുകയാണ് ഡൽഹി യമുന തടത്തിലെ ഗ്രാമീണർ. സർക്കാർ ഭൂമിയെന്നാരോപിച്ച് വീടുകളും കൃഷിയിടങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. കൈക്കുഞ്ഞുങ്ങളുമായി എവിടേക്ക് പോകണമെന്നറിയാതെ നിസ്സഹായതയിലാണ് ഗ്രാമവാസികൾ. നഗരഹൃദയത്തിൽ കുറച്ചു വർഷങ്ങളായി കന്നുകാലി വളർത്തലും മറ്റു കൃഷികളുമൊക്കെ ആയിട്ട് കുടിൽ കെട്ടി താമസിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലം അവരുടെ കുടിലുകളായിരുന്നു. എന്നാൽ സർക്കാർ ഭൂമി കയ്യേറിയതിൻ്റെ പേരിൽ ആ കുടിലുകളൊക്കെ ഇന്ന് നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ കുഞ്ഞുങ്ങളെയൊക്കെയും ഇവിടെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ വിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് കൃഷിയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് ഇവർ നമ്മോട് പറയുന്നത്. മയൂർ വിഹാറിലെ യമുന തടത്തിൽ 30 വർഷത്തിലേറെയായി കൃഷി ചെയ്ത് ജീവിക്കുകയാണ് രാജ്കുമാർ. വീട് നഷ്ടപ്പെട്ടതോടെ 3 കുഞ്ഞുങ്ങളുമായി प्लास्टिक शीट में कीലാണ് अंधी उറങ്ങുന്നത്. मेरा मम्मी सब कब से रह रहा है कोई पता नहीं है, क्योंकि मैं पहले जानता ही नहीं था कि मेरा मम्मी कब से रह रहा है. खेती करते वो जोत देता है, झुग्गी झोपड़ी देखो कैसे डाल रखे, इसको आके तोड़ देता है. बांस बल्ली लाते हैं वो उसे गाड़ देता है, जहाँ रहते वहाँ गड्ढा खोद देता है. सरकार ने हम लोग से वोटर आईडी सब कुछ बना है, 30 साल से है. वोटर आईडी आधार कार्ड पैन कार्ड सब कुछ यहीं का है, तो हम जाए कहाँ. മണ്ണിൽ പൊന്നു വിളയിക്കുന്നുണ്ടെങ്കിലും സർക്കാരിൽ നിന്ന് യാതൊരു സബ്സിഡിയും ലഭിക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. हमारे दादा थे, दादा के बाद हमारे फादर आए, फादर के बाद हम हैं. खेती में सब्जी है जैसे तोरी है, घिया है, मिर्च है, लौकी है, पालक है. सीजन का जो भी है सीजन का चलता है, भिंडी है, होती हैं जो भी होता है सब्जी का. ये कारण नहीं जी, गवर्नमेंट कोई सब्सिडी से हमें नहीं मिलता है जी. വീട് നഷ്ടപ്പെട്ടതോടെ എവിടേക്ക് പോകണമെന്നറിയാതെ നിസ്സഹായതയിലാണ് ഈ മനുഷ്യർ. बहुत चीज झेलते हैं, बारिश सब चीज आती है तो ऐसे ही हम लोग भीग भीग के रहते हैं. बाल बच्चा ऐसे ही रोड पे है, सामान ऐसे ही बंधा उदा है. जाता है अभी नहीं जाता है, अभी जुगी उगी तोड़ दिया तो नहीं जाता है, डर सा लगा रहता है. സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഇവരുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. വൈദ്യുതിയോ കുടിവെള്ളമോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ യാതൊന്നുമില്ലാതെ ജീവിതത്തോട് പൊരുതുകയാണ് ഇവിടങ്ങളിലെ ജനത. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം സജു തോമസ്, മീഡിയ 1.